രസം നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ടല്ലേ? ഞാനും പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. അതിലൊരു രീതിയാണ് കേട്ടോ ഇത്. ഇതുപോലെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതുപോലെ ഒരു രസപ്പൊടി റെഡിയാക്കി എടുക്കണം. ഈ രസപ്പൊടി കൊണ്ട് വെക്കുന്ന രസത്തിന് ഒരു പ്രത്യേക മണവും രുചിയാണ് കേട്ടോ. വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് ഒരു 1/4 കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ സാമ്പാർ പരിപ്പ് എന്നൊക്കെ പറയില്ലേ, ആ പരിപ്പാണേ. ഇനി നമുക്ക് വേണ്ടത് അതേ അളവിൽ തന്നെ 1/4 കപ്പ് അളവിന് തന്നെ ജീരകമാണ് എടുത്തിരിക്കുന്നത്. നല്ല ജീരകം, ചെറിയ ജീരകം എന്നൊക്കെ പറയുന്ന ഒരു ജീരകമാണ്. ഇനി അടുത്തത് എടുക്കുന്നത് പച്ചമല്ലിയാണ് കേട്ടോ. 1/3 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഒരു കപ്പിൻ്റെ 1/3 പോർഷൻ എടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പിൻ്റെ പകുതി കുരുമുളകും എടുക്കാം. രസത്തിന് നല്ല എരിവ് വേണ്ടവർക്ക് കുരുമുളകിൻ്റെ അളവ് കുറച്ച് കൂട്ടിയെടുത്തോളൂ കേട്ടോ. ഇനി ഉലുവ വേണം. 1/4 സ്പൂണിൽ കുറച്ചുകൂടെ കൂടുതൽ എടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിന് ഉലുവ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 2-3 കാര്യങ്ങളും കൂടെ ചേർക്കാനുണ്ട്. അതൊരു പകുതി വറവായതിന് ശേഷം ചേർക്കാം. ഇതിനൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 4 മിനിറ്റ് നേരത്തോളം വറുത്തെടുത്തോളൂ കേട്ടോ. ഇതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങി ഈ ഒരു കളറായാൽ ഇതിലേക്ക് നമുക്ക് ഉണക്കമുളകും കറിവേപ്പിലയും ചേർക്കാം. ഒരു 2 തണ്ട് കറിവേപ്പിലയും ഒരു 15ഓളം ഉണക്കമുളകും എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കാശ്മീരി മുളകാണ് എടുത്തിരിക്കുന്നത്. എരിവുള്ള മുളകാണെങ്കിൽ അതനുസരിച്ച് എണ്ണം അഡ്ജസ്റ്റ് ചെയ്തോളൂ കേട്ടോ. വീണ്ടും ഒരു 3 മിനിറ്റ് നേരം കൂടെ നമുക്കൊന്ന് വറുത്ത ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്താൽ ഉടനെ നമുക്കിതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ കായപ്പൊടി കൂടെ ചേർക്കാം. ആ ഒരു ചൂട് മതി നമുക്ക് ഈ പൊടി ഒന്ന് മൂത്ത് കിട്ടാനായിട്ട്. ഇനി ഇത് നന്നായിട്ട് ആറിക്കഴിഞ്ഞാൽ നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. തരിയില്ലാതെ ഇതുപോലെ കിട്ടണം. ഇതിനി നല്ല എയർ ടൈറ്റായിട്ടുള്ള കുപ്പിയിലിട്ട് വെച്ചാൽ ഒരു മാസമൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുവേ. അപ്പോൾ ഈ ഒരു പൊടി ഉണ്ടെങ്കിൽ ഇനി നമുക്ക് രസം ഉണ്ടാക്കിയെടുക്കാൻ നല്ല ഈസിയാണ്. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ച് ഞാനത് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് അരിച്ചെടുത്തോളൂ. 1 ഗ്ലാസ് വെള്ളത്തിലാണ് പുളി പിഴിഞ്ഞെടുത്തത്. കൂടി ഒരു 2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും എരിവിന് ആവശ്യമായിട്ട് ഒരു പച്ചമുളകും ഒരു 4 തക്കാളി എടുത്തിട്ടുണ്ട്. വലിയ തക്കാളിയാണെങ്കിൽ ഒരു 3 എടുത്താൽ മതി. ഒരു 3/4 സ്പൂണോളം ഉപ്പും ചേർക്കുന്നുണ്ട്. കൂടി ഒരു 1/4 സ്പൂൺ താഴെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ രസപ്പൊടിയിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, നോക്കിയിട്ട് ചേർക്കണേ. ഇതിലേക്ക് ഒരു 3/4 സ്പൂണിനടുത്ത് ശർക്കരയും ചേർക്കുന്നുണ്ട്. ഇനി വെളുത്തുള്ളി ചതച്ച് ചേർക്കണം. ഒരു 8-10 അല്ലി വെളുത്തുള്ളി എടുത്തോളൂ. അത് നന്നായിട്ടൊന്ന് ചതച്ച് അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളയ്ക്കണം. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തങ്ങ് ഉടഞ്ഞ് കിട്ടണം. ഇതങ്ങ് തിളച്ചു തുടങ്ങിയാൽ തീ കുറച്ച് വെച്ച ശേഷം ഒരു 7-8 മിനിറ്റ് നേരം തന്നെ ഇതിരുന്നങ്ങ് തിളയ്ക്കട്ടെ. നമുക്ക് അടച്ചു വയ്ക്കാം. ഒരു 7 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് എല്ലാം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് രസപ്പൊടി ചേർക്കാം. ഈ വെള്ളത്തിൻ്റെ ഒരു അളവിന് ഞാനിവിടെ ഏകദേശം ഒരു 3 സ്പൂണാണ് കേട്ടോ രസപ്പൊടി എടുത്തിരിക്കുന്നത്. ഈ രസപ്പൊടി വീണ്ടും 1 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒട്ടും കട്ടയില്ലാതെ ആക്കിയ ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ. ഈ സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നോക്കിയ ശേഷം നിങ്ങളുടെ രസത്തിന് എന്ത് കട്ടി വേണോ അതനുസരിച്ച് വെള്ളം കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇനി ഇതെല്ലാം ഒന്ന് യോജിച്ച് വരാനായിട്ട് ഒരു 2 മിനിറ്റ് നേരം കൂടെ നന്നായിട്ടൊന്നങ്ങ് തിളപ്പിച്ചെടുക്കണം. ഏറ്റവും അവസാനം ഒരു കൈപ്പിടി നിറയെ മല്ലിയില ചേർക്കുന്നുണ്ട്. അതുപോലെ കടുക് താളിച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് കടുകും കറിവേപ്പിലയും മാത്രം ചേർത്താണ് താളിക്കുന്നത്. അപ്പോൾ രസം ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ.